ഇൻവെൻഷൻ ഗുരുവിലേക്ക് സ്വാഗതം. നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂളാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് അറ്റോമിക് സ്ട്രക്ചറിലെ മൂന്നാമത്തെ മോഡൽ BSc കെമിസ്ട്രി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളത്. റൈറ്റ്, നമ്മൾ ആദ്യം ഷ്രോഡിഞ്ചർ ഇക്വേഷനും പിന്നീട് ഓപ്പറേറ്റേഴ്സും എന്താണെന്ന് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കിടക്കുന്നത് ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ ഫങ്ഷൻസ്. ഏഗൻ ഫങ്ഷൻസ് ആൻഡ് ഏഗൻ വാല്യൂസ് നേരത്തെ തന്നെ അത് പരാമർശിക്കപ്പെടുകയുണ്ടായി. കുറച്ചുകൂടി വിശദമായി ഈ സങ്കല്പം നമുക്ക് പരിശോധിക്കാം. ഒരു ഓപ്പറേറ്റർ ഒരു ഫംഗ്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ അതൊരു പുതിയ ഫംഗ്ഷനായി മാറും എന്ന് നമ്മൾ കണ്ടു. ഇങ്ങനെ മാറുമ്പോൾ ഒരു പ്രത്യേക കേസിൽ എന്ത് സംഭവിക്കാം? ഓപ്പറേറ്റർ ഒരു ഫംഗ്ഷനിൽ ആക്ട് ചെയ്യുന്നു, തൽഫലമായി നമുക്കൊരു പുതിയ ഫംഗ്ഷൻ കിട്ടുന്നു. പുതിയ ഫംഗ്ഷൻ പഴയ ഫംഗ്ഷൻ്റെ ഒരു മൾട്ടിപ്പിളായി വരുന്നു, ഒരു സ്കേലാർ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതായി വരുന്നു. അപ്പോൾ അത്തരം ഫംഗ്ഷൻസിനെയാണ് ഏഗൻ ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ആ ഓപ്പറേറ്ററിൻ്റെ ഏഗൻ ഫംഗ്ഷൻ എന്നും. നമ്മൾ ഏത് സ്കേലാർ ക്വാണ്ടിറ്റി കൊണ്ടാണോ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്, മൾട്ടിപ്ലൈ ചെയ്ത എഫക്റ്റ് ഉണ്ടാകുന്നത്, ആ സ്കേലാർ ക്വാണ്ടിറ്റിയെ ഏഗൻ വാല്യൂ എന്നും ഈ ഫംഗ്ഷൻ്റെ ഏഗൻ വാല്യൂ എന്നും പറയുന്നു. വളരെ സിമ്പിളായി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ കാര്യം. റൈറ്റ്, ചില ഉദാഹരണങ്ങൾ എടുക്കുമ്പോഴാണ് നമുക്കിത് കുറേ കൂടി വ്യക്തമാകുന്നത്. നമ്മളൊരു കാര്യം ചെയ്യാം, ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എടുക്കാം. d/dx, നമുക്കാകെ ഒരു വേരിയബിളേ ഉള്ളൂ, എക്സ് വേരിയബിളാണ്. d/dx എടുക്കുന്നു. നമ്മുടെ ഫംഗ്ഷൻ e⁻²x, e⁻²x ആണെന്ന് കരുതാം. റൈറ്റ്, ഇതിൽ ഈ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആക്ട് ചെയ്താൽ എന്ത് വരുന്നു? നമുക്ക് അതേ ഫംഗ്ഷൻ വരുന്നു, ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻ്റ് കൂടി ഉണ്ടാവുന്നു, 2 ഉണ്ടാവുന്നു. അപ്പോൾ എന്ത് വരുന്നു? ഫംഗ്ഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായി. അപ്പോൾ e⁻²x എന്താണ്? ഒരു ഏഗൻ ഫംഗ്ഷനാണ്. ഏതിൻ്റെത്? ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററിൻ്റെ ഏഗൻ ഫംഗ്ഷനാണ്. അതിൻ്റെ ഏഗൻ വാല്യൂ 2 ആണ്. അതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിനെ നമുക്ക് കുറച്ചുകൂടി ജനറലൈസ് ചെയ്യാം. എങ്ങനെ ജനറലൈസ് ചെയ്യാം? 2 എന്നതിന് പകരം k കൊടുക്കാം. അപ്പോൾ എന്ത് വരുന്നു? ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ke⁻kx. അപ്പോൾ പുതിയ ഫംഗ്ഷൻ പഴയ ഫംഗ്ഷനെ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. കെയുടെ വാല്യൂ ഇൻഫിനിറ്റ്ലി പോസിബിൾ ആണ്. നമ്പേഴ്സൊക്കെ പോസിബിൾ ആണ്, ഫ്രാക്ഷൻസ് പോസിബിൾ ആണ്, ഇൻറ്റിജേഴ്സും ഫ്രാക്ഷൻസും ഒക്കെ പോസിബിൾ ആണ്. അപ്പോൾ എന്ത് വരുന്നു? നമുക്ക് ഇൻഫിനിറ്റ് ഫങ്ഷൻസ് ഉണ്ടാകാം, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഫങ്ഷൻസ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഏഗൻ വാല്യൂസും ഉണ്ടാകാം എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. റൈറ്റ്, ഇനി നമുക്ക് അല്പം വ്യത്യസ്തമായ ഒരു ഫംഗ്ഷനിലേക്ക് പരിശോധിക്കാം. നമ്മൾ e⁻kx² എന്നായിക്കോട്ടെ നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അതിനെ നമ്മൾ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്നത് എന്താണ്? e⁻kx² അവിടെ ഉണ്ട്, പക്ഷേ അതിനെ 2kx കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന എഫക്റ്റ് വരും. അവിടെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരും 2kx. അപ്പോൾ നമ്മുടെ 2k ആണ് അവിടെ സ്കേലാർ ക്വാണ്ടിറ്റി വരുന്നത്. x e⁻²kx² പുതിയൊരു ഫംഗ്ഷൻ ആകുന്നു. അപ്പോൾ പഴയ ഫംഗ്ഷൻ അല്ല, ഫംഗ്ഷൻ മാറിപ്പോയി. പഴയ ഫംഗ്ഷൻ്റെ സ്കേലാർ മൾട്ടിപ്പിൾ അല്ല നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഫംഗ്ഷൻ, ഈ പ്രത്യേക ഫംഗ്ഷൻ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററിൻ്റെ ഏഗൻ ഫംഗ്ഷൻ അല്ല. റൈറ്റ്, ഇനി നമുക്ക് മറ്റു ചിലതിലേക്ക് വരാം. ഓപ്പറേറ്റർ അല്പം ഒന്ന് മാറ്റുന്നു. എങ്ങനെ മാറ്റി? x d/dx ആക്കി. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. x മൾട്ടിപ്ലൈഡ് ബൈ ddx. നമുക്കിതിന് x⁻n എന്നുള്ള ഫംഗ്ഷൻ ഇവിടെ ഇതിൻ്റെ ഏഗൻ ഫംഗ്ഷൻ ആവും. റൈറ്റ്, ddx ഓഫ് x⁻n നമുക്കറിയാം n(x⁻n−1) ആണ്. ഇനി x അവിടെ ഓൾറെഡി ഉണ്ട്, നമ്മുടെ ഫംഗ്ഷനിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൂടി വരുന്നു. അപ്പോൾ എന്ത് വരുന്നു? n(x⁻n) എന്ന് തന്നെ വരുന്നു. റൈറ്റ്, n ഇൻഫിനിറ്റ് വാല്യൂസ് പോസിബിൾ ആണ്. അപ്പോൾ ഇവിടെയും ഒരു ഇൻഫിനിറ്റ് സെറ്റ് ഓഫ് ഏഗൻ ഫങ്ഷൻസും ഏഗൻ വാല്യൂസും പോസിബിൾ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ 2 ഏഗൻ ഫങ്ഷൻസ് എടുക്കാം, x² x³ അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ കൺസിഡർ ചെയ്യാം. അത് x² + x³ അത് ഈ പ്രത്യേക ഓപ്പറേറ്ററിൻ്റെ x d/dxൻ്റെ ഏഗൻ ഫങ്ഷൻ ആകുമോ എന്ന് നോക്കാം. ആകാൻ കഴിയില്ല. എന്തുകൊണ്ടാകാൻ കഴിയില്ല? നമ്മളത് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടില്ല?
എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബിനെ ഒരു കോയഫിഷ്യൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത എഫക്റ്റ് കിട്ടില്ല. നമുക്ക് എന്തേ കിട്ടുള്ളൂ? 2x² പ്ലസ് 3x³ എന്നേ കിട്ടുള്ളൂ. അത് നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത എഫക്റ്റ് അല്ല. അങ്ങനെ ഒരു നമ്പർ നമുക്കിവിടെ കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഈ ലീനിയർ കോമ്പിനേഷൻ നമുക്ക് എന്ത് തരുന്നില്ല, പുതിയൊരു ഏഗൻ ഫംഗ്ഷൻ തരുന്നില്ല എന്നാണ് അർത്ഥം. റൈറ്റ്, ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് വരാം. ഇനി നമുക്ക് സൈൻ കോസ് ഫംഗ്ഷനിലേക്ക്, സൈൻ എക്സ് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നു, കോസ് എക്സ് ആയി. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നു, ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മൈനസ് സൈൻ എക്സ് വരും. അപ്പോൾ എന്തായി? ഒറിജിനൽ ഫംഗ്ഷൻ സൈൻ എക്സിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. അപ്പോൾ എന്താണ്? സൈൻ എക്സ് ഈസ് എ ഏഗൻ ഫംഗ്ഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ. റൈറ്റ്, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. റൈറ്റ്, ആൻഡ് ഇറ്റ്സ് ഏഗൻ വാല്യൂ ഇസ് -1. Got it? ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചുകൂടി ജനറലൈസ് ചെയ്യാം. നമ്മുടെ ഫംഗ്ഷൻ സൈൻ കെ എക്സ് എന്നായിക്കോട്ടെ. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻഷ്യൽ എന്ത് കിട്ടും? കെ കോസ് കെ എക്സ്. സെക്കൻഡ് ഡിഫറൻഷ്യൽ -k² സൈൻ കെ എക്സ് കിട്ടി. റൈറ്റ്, അപ്പോൾ എന്തായി? ഒറിജിനൽ ഫംഗ്ഷനെ -k² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത എഫക്റ്റ് ആണ്. അപ്പോൾ അവിടെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് -k² ആണ്. സൈൻ കെ എക്സ് ഇസ് ആൻ ഐഗൺ ഫംഗ്ഷൻ ആൻഡ് -k² ഇറ്റ്സ് ഐഗൺ വാല്യൂ. ഓക്കെ, നമുക്ക് കോസ് കെ എക്സ് ഇട്ട് നോക്കാം. ഫസ്റ്റ് ഡിഫറൻഷ്യൽ -k സൈൻ കെ എക്സ്. സെക്കൻഡ് ഡിഫറൻഷ്യൽ -k² കോസ് കെ എക്സ്. എന്ത് വന്നു? ഒറിജിനൽ ഫംഗ്ഷനെ, തുടങ്ങിയ ഫംഗ്ഷനെ കോസ് കെ എക്സിനെ -k² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്താണ്? കോസ് കെ എക്സും ഏതിൻ്റെ? സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററിൻ്റെ ഐഗൺ ഫംഗ്ഷൻ ആണ്. സൈൻ കെ എക്സും ആണ്, കോസ് കെ എക്സും ആണ്. രണ്ടിൻ്റെ ഐഗൺ വാല്യൂ എന്താണ്? -k² ആണ്. അപ്പോൾ എന്താ വരുന്നത്? ഒരേ ഐഗൺ വാല്യൂ ഉള്ള രണ്ട് വ്യത്യസ്ത ഫംഗ്ഷൻസ്. റൈറ്റ്, ഇത്തരം ഫംഗ്ഷൻസ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ കാണും. ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ബട്ട് വി ഹാവ് ദ സെയിം ഐഗൺ വാല്യൂ. അത്തരം സെറ്റ് ഓഫ് ഫംഗ്ഷൻസിനെ, അത്തരം സെറ്റ് ഓഫ് ഐഗൺ ഫംഗ്ഷൻസിനെ നമ്മൾ ഡീജനറേറ്റ് ഫംഗ്ഷൻസ്, ഡീജനറേറ്റ് സ്റ്റേറ്റ് എന്നാണ് വിളിക്കുക. സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ക്വാണ്ടം മെക്കാനിക്സിലെ ഐഗൺ ഫംഗ്ഷൻ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഒരു സ്റ്റേഷനറി സ്റ്റേറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ വി ക്യാൻ കോൾ ദം ആസ് ഡീജനറേറ്റ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കും. റൈറ്റ്, ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ കൺസിഡർ ചെയ്യാം. നമ്മുടെ സൈൻ കെ എക്സും കോസ് കെ എക്സിൻ്റെയും കോമ്പിനേഷൻ എടുത്താലും ലീനിയർ കോമ്പിനേഷൻ എടുത്താലും നമ്മുടെ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററിൻ്റെ എന്തായിരിക്കും? ഐഗൺ ഫംഗ്ഷൻ ആയിരിക്കും. കാരണം അതൊരു ലീനിയർ ഓപ്പറേറ്ററാണ്. റൈറ്റ്, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയാണ് കിട്ടുക. റൈറ്റ്, ഇനി നമുക്ക് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ നോട്ട് സിംപ്ലി സൈൻ കെ എക്സ് പ്ലസ് കോസ് കെ എക്സ് എന്നുള്ളതിനെ നമുക്ക് മറ്റു ചില സംഗതികൾ ചേർത്ത് കൊടുക്കാം. എന്ത് ചെയ്യാം? നമുക്ക് എ കോസ് കെ എക്സ് പ്ലസ് ബി സൈൻ കെ എക്സ് എന്നെടുക്കാം. വിരോധമില്ല. എയും ബിയും രണ്ട് കോൺസ്റ്റൻസ് ആണ്. റൈറ്റ്, വി വിൽ ഗെറ്റ് ദി സെയിം തിങ്. -k² ഇൻറ്റു എ കോസ് കെ എക്സ് പ്ലസ് ബി കോസ് സൈൻ കെ എക്സ് എന്ന് കിട്ടും. രണ്ട് തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അങ്ങനെ കിട്ടും. അപ്പോൾ അതും എന്താണ്? അതും ഒരു ഐഗൺ ഫംഗ്ഷനാണ്. ഓക്കെ, അതിൽ നമ്മൾ ഒരു വാല്യൂ അസ്യൂം ചെയ്യുന്നു, വാല്യൂ അസൈൻ ചെയ്യുന്നു. എക്ക് 1 എന്നും ബിക്ക് i ഓർ √(-1) എന്നും അസൈൻ ചെയ്തു. അപ്പോൾ ഫംഗ്ഷൻ എന്തായി? കോസ് കെ എക്സ് പ്ലസ് i സൈൻ കെ എക്സ്. റൈറ്റ്, അത് നമുക്കറിയാം, അത് ഏതിൻ്റെ എക്സ്പാൻഷനാണ്? e⁻⁴ എക്സ്പാൻഷനാണ്. റൈറ്റ്, അത് രണ്ട് തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടി? -k² e⁻⁴ എന്ന് കിട്ടി. അപ്പോൾ എന്താണ്? e⁻⁴ എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് കോസ് ഫംഗ്ഷൻ ആൻഡ് സൈൻ ഫംഗ്ഷൻ ആണ്. റൈറ്റ്, അത് ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അത് ഏതിൻ്റെ ഐഗൺ ഫംഗ്ഷൻ ആണ്?
സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററിൻ്റെ ഏഗൻ ഫംഗ്ഷനാണ്. റൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചുകൂടി ഒരു ജനറലൈസേഷനിലേക്ക് വരാം. എന്താണ് ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ, നമുക്കൊരു ജനറൽ ഫംഗ്ഷൻ ജി, അതിനെ ഏതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം? അവിടെയുള്ള ഏഗൻ ഫങ്ഷൻസിൻ്റെ എല്ലാം ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. എഫ് എൻ ഈസ് ആൻ ഏഗൻ ഫങ്ഷൻ ഓഫ് ഓപ്പറേറ്റർ. എഫ് എൻ എന്ന് പറയുന്നത് ഒരു ഏഗൻ ഫങ്ഷനാണ്. ഓപ്പറേറ്ററിൻ്റെത് ഒമേഗ. ഓപ്പറേറ്റർ റെപ്രസെൻറ്റ്, വി ക്യാൻ റെപ്രസെൻറ്റ് ഓപ്പറേറ്റർ ബൈ എനി സിമ്പിൾ. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അതിൻ്റെ വാല്യൂ ഒമേഗ എൻ, സ്മോൾ ഒമേഗ ഉപയോഗിച്ചിരിക്കുന്നു. ഓക്കെ, ഫൈൻ. ജനറൽ ഫംഗ്ഷൻ ജി. ഈ ജനറൽ ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഏഗൻ ഫംഗ്ഷൻസിൻ്റെ ഒരു ലീനിയർ അതിനെ ഓരോന്നിനെ ഒരു കോഎഫിഷ്യൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് നമുക്ക് ഏത് ജനറൽ ഫംഗ്ഷൻ ഉണ്ടാക്കാം. അത് ഈ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ, നമ്മുടെ ഒറിജിനൽ ഏഗൻ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനായിട്ട് തന്നെ വരും. റൈറ്റ്. Any general function can be expressed in terms of a combination of eigenfunctions. Any general function. Right? That is it. Okay. ഒരു ഓപ്പറേറ്റർ ഒരു ഫംഗ്ഷനിൽ ആക്ട് ചെയ്യുന്നു. ഓൺ എ ഫംഗ്ഷൻ, അത് അതിൻ്റെ ഒരു ഏഗൻ ഫംഗ്ഷൻ അല്ലാത്ത ഒരു ഫംഗ്ഷനിൽ ആക്ട് ചെയ്യുന്നു. അതിൻ്റെ എഫക്റ്റ് നമുക്ക് ഈ കോമ്പിനേഷൻ, ജനറൽ ഫംഗ്ഷൻ ഇതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ കോമ്പിനേഷൻ എന്തായിക്കൊള്ളണമെന്നില്ല, ഏഗൻ ഫംഗ്ഷൻ ആയിക്കൊള്ളാമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ഒമേഗ ജി ആണ് നമ്മുടെ ഓപ്പറേറ്റർ ഇൻറ്റു ജി. ജി ഈസ് അവർ ജനറൽ ഫംഗ്ഷൻ. റൈറ്റ്. അതിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? ഓപ്പറേറ്റർ ആക്ടിങ് ഓൺ സം ഓഫ് സീരീസ് Cn Fn. റൈറ്റ്. അതെങ്ങനെയായി മാറുന്നു? സം ഓഫ് Cn ഓപ്പറേറ്റർ ആക്ടിങ് ഓൺ Fn. റൈറ്റ്. ഓവർ n, സം ഓവർ n. സോ ദാറ്റ് ക്യാൻ ബി again be written as, കാരണം ഓപ്പറേറ്റർ Fnൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഏഗൻ വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ എന്ത് കിട്ടുന്നു? സം ഓഫ് ദീസ് ഏഗൻ വാല്യൂസ് കിട്ടുന്നു. ദാറ്റ് ഈസ് സം ഓഫ് ദ സീരീസ് Cn കോഎഫിഷ്യൻസ് ആണ്, ഒമേഗ ഐഗൻ വാല്യൂസ് ആണ്, Fn എന്ന് കിട്ടും. റൈറ്റ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? എ സെറ്റ് ഓഫ് ഡീജനറേറ്റ് ഫങ്ഷൻസ് or a set of functions have the same eigenvalue. Any linear combination of the functions is also eigenfunction of omega with the same eigenvalue എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ജനറൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു തുടങ്ങി, അതിനെന്ത് കണ്ടുന്നു? അതിൻ്റെ ഏഗൻ വാല്യൂ നമുക്ക് ഇത് തന്നെ കിട്ടുന്നു എന്ന് വരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഏഗൻ ഫങ്ഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻസും തരുന്നത് എന്ത് തന്നെയായിരിക്കും? ഒരു ഏഗൻ ഫംഗ്ഷൻ ആയിരിക്കും. റൈറ്റ്. So any linear combination of the eigenfunction will be again be a eigenfunction. നമ്മുടെ ഏഗൻ ഫംഗ്ഷൻ്റെ ഒരു കംപ്ലീറ്റ് സെറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഏത് ജനറൽ ഫംഗ്ഷനും ഉണ്ടാക്കാം. ദാറ്റ് ഈസ് ഇറ്റ്. ഇതിന് എവിടെ സിഗ്നിഫിക്കൻസ് ഉണ്ട്? നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. നമ്മൾ px, py, pz എന്നൊക്കെ ഓർബിറ്റൽ ഒക്കെ ഉണ്ട്. അതൊക്കെ ഓരോ വേവ് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം px, py, pzൻ്റെ ഏത് ലീനിയർ കോമ്പിനേഷനും പുതിയ വേവ് ഫംഗ്ഷൻ തരും എന്നുള്ളതാണ്. റൈറ്റ്. അപ്പോൾ അത് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിലെ ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ആറ്റം ഒക്കെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ അത് നമുക്കതിലേക്ക് പോകാം. തൽക്കാലം ഇപ്പോൾ ഇവിടെ റൈറ്റ്. അതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെ ആയിരിക്കും? ഹൈബ്രിഡൈസേഷൻ കേട്ടിട്ടുണ്ട് അല്ലേ? റൈറ്റ്. ഹൈബ്രിഡൈസേഷനിൽ ഇത് ആപ്ലിക്കബിൾ ആവും. ഏഗൻ ഫംഗ്ഷൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും നമ്മുടെ ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അതാണ് ഇത് മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നത്. നമ്മളവിടെ ഫിസിക്കൽ കൺസെപ്റ്റ് മിക്സിംഗ് അപ്പ് ഓഫ് ഓർബിറ്റൽസ് എന്ന് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിക്കുന്നത്.
ഏഗൻ ഫംഗ്ഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനും എന്ത് തന്നെയാണ്, പുതിയ ഏഗൻ ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഓർബിറ്റലിനെ മിക്സ് ചെയ്ത് പുതിയ ഓർബിറ്റൽ ഉണ്ടാക്കാം, വിരോധമില്ല. ഇറ്റ് ഈസ് അലൗഡ് ബൈ ക്വാണ്ടം മെക്കാനിക്സ്. ദാറ്റ് ഈസ് ഇറ്റ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങോട്ട് വരാം. നമ്മൾ പഠിക്കുന്നത് നമുക്ക് ഏറ്റവും വേണ്ടത് ഏതാണ്? ഷ്രോഡിഞ്ചർ ഇക്വേഷനാണ്. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അതിൻ്റെ ഫോമിൽ എഴുതിയാൽ എങ്ങനെ എഴുതാം? HI equals EI. H ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ, ദാറ്റ് ഈസ് ദ എനർജി ഓപ്പറേറ്റർ. ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അതെന്താണ്? ഒരു ഏഗൻ ഇക്വേഷനാണ്, ഏഗൻ വാല്യൂ ഇക്വേഷനാണത്. H എന്ത് വരുന്നു? ദാറ്റ് ഈസ് H ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് Vx. Vx ഏതിനു വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നു? Vx ഈസ് what you call the potential energy operator. That will be a simple potential energy equation itself. Right? That is equal to Ex. Ex എന്നുള്ളടുത്ത് E psi. En psi n എന്ന് എഴുതുന്നു. എന്താണ് En psi n എന്ന് എഴുതാൻ കാരണം? ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ അല്ല, ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻ ഉണ്ടാകാം. മേ ബി ലാർജ് നമ്പർ ഓഫ് ഫംഗ്ഷൻസ്. അതിൻ്റെ നമ്പറാണ് n എന്ന് പറയുന്നത്. അത് അവിടെ എങ്ങനെയായിരിക്കും? ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എന്തായിട്ടായിരിക്കും അപ്പിയർ ചെയ്യുക? ക്വാണ്ടം നമ്പേഴ്സായിട്ട് അപ്പിയർ ചെയ്യുന്ന സാധനമാണത്. അതിനെയാണ് നമ്മളിവിടെ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. വേവ് ക്യാരക്ടർ ഉള്ളതുകൊണ്ടാണ് ക്വാണ്ടം നമ്പേഴ്സ് അവിടെ എമർജ് ചെയ്യാനുള്ള കാരണം. റൈറ്റ്? ഓക്കെ, ഫൈൻ. ക്യാരക്ടറിസ്റ്റിക് സ്റ്റേറ്റ്. ഓരോ ഏഗൻ ഫംഗ്ഷനും എന്തിനെ റെപ്രസെൻ്റ് ചെയ്യും? ക്യാരക്ടറിസ്റ്റിക് ഏഗൻ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും തരുന്നത്? ആ സ്റ്റേറ്റിലെ, നമ്മൾ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയും, ആ സ്റ്റേറ്റിലെ എനർജിയാണ് തരുന്നത്. റൈറ്റ്? അത് മെഷർമെൻറ്റിൽ നമുക്ക് കിട്ടുന്ന എനർജിയാണ്. ഇതിലെ ഒരു വാല്യൂ ആയിരിക്കും മെഷർമെൻറ്റിൽ കിട്ടുക. വി ഹാവ് ഹൈഡ്രജൻ ആറ്റംസ്. വി ട്രൈ ടു മെഷർ എനർജി ഓഫ് ഇലക്ട്രോൺ. സപ്പോസ് ഇറ്റ് ഈസ് പോസിബിൾ ബൈ എ മെത്തേഡ്. എന്തായിരിക്കും ഇലക്ട്രോണിൻ്റെ എനർജി വാല്യൂ കിട്ടുന്നത്? നമ്മുടെ ഏഗൻ ഫംഗ്ഷൻ സോൾവ് ചെയ്ത് കിട്ടുന്ന എനർജി വാല്യൂവിൽ ഒന്നായിരിക്കും. റൈറ്റ്? അതിൽ n1 ആകുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് കിട്ടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് പിന്നീട് നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഹൈഡ്രജൻ ആറ്റത്തിന് അപ്ലൈ ചെയ്യുന്നിടത്ത് ആ ഡിസ്കഷനിലേക്ക് വരാം. റൈറ്റ്? ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് അതാണ് എന്നറിയാൻ വേണ്ടി മാത്രം ഇത് പറഞ്ഞു. ഇനി ഇങ്ങനെ ഓപ്പറേറ്റർ ഏഗൻ ഫംഗ്ഷനിൽ ആക്ട് ചെയ്ത് നമുക്ക് ഏഗൻ വാല്യൂ കിട്ടുന്നു. അവിടെ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട് ഈ ഏഗൻ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. ഫിസിക്കലായിട്ട് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്, ക്വാണ്ടം മെക്കാനിക്സിൽ സെൻസ് ഉണ്ടാക്കാൻ പറ്റണമെങ്കിൽ ആ വേവ് ഫംഗ്ഷന് ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അത്തരം ഫംഗ്ഷനെ ഏഗൻ ഫംഗ്ഷൻ ആകുകയുള്ളൂ, പ്രോപ്പർ ഫംഗ്ഷൻ ആകുകയുള്ളൂ. എന്തൊക്കെ കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? അതിൻ്റെ മാത്തമാറ്റിക്കൽ ഡീറ്റെയിൽസ് ഇല്ലാതെ ക്വാളിറ്റേറ്റീവായിട്ട് നമുക്കതിലൂടെ ഒന്ന് കടന്നു പോകാം. ഇപ്പോഴത് മാത്രം മതി. വി സിംപ്ലി ഗോ ത്രൂ ക്വാളിറ്റേറ്റീവ്ലി വാട്ട് ആർ ദി കണ്ടീഷൻസ് ഫോർ എ പ്രോപ്പർ ഫംഗ്ഷൻ. ഏഗൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ എന്നാണ്. ഒരു പ്രോപ്പർ ഫംഗ്ഷൻ ഒബേ ചെയ്യേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ എന്നൊക്കെ പറയും നമ്മൾ കെമിസ്ട്രിയിൽ. വെൽ ബിഹേവ്ഡ് അല്ലാത്ത വേവ് ഫംഗ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഏതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല? നമുക്ക് ഈ ക്വാണ്ടം സ്റ്റേറ്റിന് വേണ്ടി, സ്റ്റേഷനറി സ്റ്റേറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് അർത്ഥം. ക്വാണ്ടം സ്റ്റേറ്റിന് വേണ്ടി, സ്റ്റേഷനറി സ്റ്റേറ്റിന് വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം വെൽ ബിഹേവ്ഡ് ആണെങ്കിൽ ഈ ഫംഗ്ഷൻ, വേവ് ഫംഗ്ഷൻ psi ഷുഡ് ബി സിംഗിൾ വാല്യൂഡ്. എന്താണ് സിംഗിൾ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ ഒരു വേരിയബിൾ മാത്രം കൺസിഡർ ചെയ്യുക. സ്പേസ് കോർഡിനേറ്റ്സിൻ്റെ ഫംഗ്ഷൻ ആണെന്ന് നമുക്കറിയാം. ഒരു സ്പേസ് കോർഡിനേറ്റ് മാത്രം കൺസിഡർ ചെയ്യുക. സിംഗിൾ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ എക്സിനൊരു വാല്യൂ ഉണ്ടെങ്കിൽ സൈയുടെ വാല്യൂ ഫിക്സ്ഡ് ആകുന്നു. സൈ ഒരു നമ്പറാണ്, എക്സ് ഒരു നമ്പറാണ്, സൈ ഒരു നമ്പറാണ്. അങ്ങനെ എടുക്കാവുള്ളൂ. നിങ്ങൾ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഫിക്സ്ഡ് ആകുമ്പോൾ സൈയുടെ വാല്യൂ ഫിക്സ്ഡ് ആകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ? എക്സിന് ഒരു എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സൈ വാല്യൂവേ പാടുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് അതിൻ്റെ അർത്ഥം. കണ്ടിന്യൂസ്, അബ്രപ്റ്റായിട്ട് ചേഞ്ച് വരാൻ പാടില്ല. ഒരിടത്ത് നെഗറ്റീവ് വാല്യൂ വന്നു, തൊട്ടടുത്ത എക്സിൻ്റെ വാല്യൂ അടുത്ത യൂണിറ്റ് കഴിയുന്ന ഉടനെ പോസിറ്റീവ് വാല്യൂയിലേക്ക് പോവുക, അങ്ങനെ വരാൻ പാടില്ല. കണ്ടിന്യൂസ്, ദ ചേഞ്ച് ഷുഡ് ബി കണ്ടിന്യൂസ്. ഫൈനൈറ്റ് ആയിരിക്കണം. ഇൻഫൈനൈറ്റ് വാല്യൂവിന് അർത്ഥം ഉണ്ടാവില്ല.
സൈയുടെ വാല്യൂ ഇൻഫൈനൈറ്റ് ആയാൽ അതൊരു ഫിസിക്കൽ ആയിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റില്ല, ഫൈനൈറ്റ് ആയിരിക്കണം. ഇത് സൈയുടെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിനും ഈ പറഞ്ഞ കാര്യങ്ങൾ ബാധകമാണ്. റൈറ്റ്. പിന്നെ സ്ക്വയർ ഇൻ്റഗ്രബിൾ ആയിരിക്കണം എന്ന് പറയും. അത് ബോൺ ഇൻ്റർപ്രിറ്റേഷനിൽ നിന്ന് വരുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ സൈയുടെ സ്ക്വയർ, സൈയുടെ ഏതൊക്കെ കോർഡിനേറ്റ്സിനാണ്, എക്സ് വൈ സെഡ് 3 കോർഡിനേറ്റ്സും വിചാരിച്ചോളൂ, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് സൈ. ഓക്കെ, അതിൻ്റെ സ്ക്വയർ മോഡുലസ് സ്ക്വയർ എന്ന് പറയുന്നു. എന്തുകൊണ്ട്? സൈ സ്റ്റാർ എന്ന് വേണം ശരിക്കും എഴുതാൻ. കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ എന്ത് വേണം? കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കുന്നു. അതാണ് എൻ്റെ അർത്ഥം. ഡി എക്സ് ഡി വൈ ഡി സെഡ് ഇൻ്റഗ്രേറ്റ് ഓവർ ഡി എക്സ് ബൈ ഡി വൈ ഡി സെഡ് ഇൻ്റഗ്രേറ്റ് ഓവർ എ ഡെഫിനിറ്റ് സ്പേസ്. എക്സിനും വൈക്കും നമ്മൾ ഡെഫിനിറ്റ് വാല്യൂ കൊടുത്ത് വരെ വരാം. -∞ ടു +∞ ആകാം. അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന വാല്യൂസ് ആയിരിക്കാം. അപ്പോൾ ഇത് ഫിസിക്കലി മീനിങ് ഫുൾ ഫൈനൈറ്റ് വാല്യൂസ് ഈ ഇൻ്റഗ്രേഷനിൽ നമുക്ക് കിട്ടണം എന്നാണ്. പിന്നീട് പറയുന്നത് നോർമലൈസബിൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. നോർമലൈസബിൾ എന്ന് പറഞ്ഞാൽ നോർമലൈസിങ് എ വേവ് ഫംഗ്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്, അതിലേക്ക് പിന്നീട് വരാം. എന്ന് വെച്ചാൽ നമ്മളൊരു പാർട്ടിക്കിളിനെ, ഒരു സിംഗിൾ പാർട്ടിക്കിളിനെ, എൻ്റെ ഉദാഹരണത്തിൽ നിന്ന് എളുപ്പം വേഗം മനസ്സിലാവും. ഒരു സിംഗിൾ പാർട്ടിക്കിൾ എടുക്കുന്നു എന്ന് കരുതുക. അപ്പോൾ നമ്മൾ ഈ ഇൻ്റഗ്രേഷൻ നടത്തുന്നു. ഒരു ഡയമെൻഷൻ എക്സ് വൈ ഇസഡ് -∞ ടു +∞ എന്ന് പറഞ്ഞാൽ അവൈലബിൾ സ്പേസിൽ മുഴുവൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഈ പറഞ്ഞ സ്ക്വയർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ബോൺ ഇൻ്റർപ്രിറ്റേഷൻ അനുസരിച്ചിട്ട് പാർട്ടിക്കിൾ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് പാർട്ടിക്കിൾ ടു ബി വിതിൻ എ സ്പേസ് ആണ്, വിതിൻ എ ഗിവൺ റീജിയൻ ഓഫ് സ്പേസ് ആണ്. ഇവിടെ എന്താണ്? നമ്മൾ ഹോൾ സ്പേസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. നമുക്ക് ആകെ ഒരു പാർട്ടിക്കിളേ ഉള്ളൂ. അപ്പോൾ ഈ ഇൻ്റഗ്രൽ എത്രയായി മാറണം? 1 ആകണം. എന്നാലേ ഫിസിക്കലായി സിഗ്നിഫിക്കൻസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പാർട്ടിക്കിളുള്ള സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നത്. ആ പാർട്ടിക്കിൾ ഈ സ്പേസിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ പിന്നെ ആ ഇക്വേഷൻസിന് അർത്ഥമില്ല. അപ്പോൾ ഈ സ്ക്വയർ ഇൻ്റഗ്രൽ എന്ത് കിട്ടണം? 1 കിട്ടണം എന്നാണ് അർത്ഥം. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് അത് പിന്നീട് നോക്കാം. അപ്പോൾ ഈ കണ്ടീഷൻസ് ഒബേ ചെയ്യണം എന്നുണ്ട്. റൈറ്റ്. ഇനി നമുക്ക് ചില ഫംഗ്ഷൻസ് e⁻⁻x² sin x cos x അതൊക്കെ വെൽ ബിഹേവ്ഡ് ആണ്. കാരണം ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിവുള്ളതാണ്. അതുകൊണ്ട് അതൊരു ആറ്റത്തിലെ ഇലക്ട്രോണിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊള്ളണമെന്നില്ല. അതിൻ്റെയൊക്കെ കോമ്പിനേഷൻസ് ആയിരിക്കും അവർ പക്ഷേ ഇലക്ട്രോണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. tan x cot x e⁻x e⁻⁻x ഒക്കെ വെൽ ബിഹേവ്ഡ് അല്ല എന്ന് പറയും. കാരണം ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ അർത്ഥം. റൈറ്റ്. ഓക്കെ. ഇനി ഇത്തരം കണ്ടീഷൻസ് വേവ് ഫംഗ്ഷൻ, ഒരു ഐഗൺ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഓപ്പറേറ്ററിന് ചില പ്രത്യേകതകൾ ഉണ്ടാകണം, എങ്കിലേ ഇത് സാറ്റിസ്ഫൈഡ് ആകുള്ളൂ. അതുകൊണ്ട് ഓപ്പറേറ്റർ, ഹെർമിഷ്യൻ ഓപ്പറേറ്റർ, ലീനിയർ ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഉപയോഗിക്കുന്നത്. റൈറ്റ്. നമ്മുടെ ഐഗൺ ഫംഗ്ഷൻ ഈ ലീനിയർ ഹെർമിഷ്യൻ ഓപ്പറേറ്ററുമായിട്ടാണ് ഫിറ്റ് ഇൻ ആകുന്നത്. ഓൺലി ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സ് വിൽ റെപ്രസെൻറ്റ് എ ഫിസിക്കലി മെഷറബിൾ ക്വാണ്ടിറ്റി എന്നാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു പോസ്റ്റുലേറ്റ് തന്നെയാണത്. ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ ഐഗൺ വാല്യൂസ് ഫൈനൈറ്റ് ആയിരിക്കും. ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സിൻ്റെ ഐഗൺ വാല്യൂസേ ഫൈനൈറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതേ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഐഗൺ വാല്യൂസ് ഫൈനൈറ്റ് ആയിരിക്കണം, ഇൻഫിനിറ്റ് വാല്യൂസ് വരാൻ പാടില്ല. റൈറ്റ്. അതുപോലെ തന്നെ ഐഗൺ ഫങ്ഷൻസ്, ഒരു സെറ്റ് ഓഫ് ഐഗൺ ഫങ്ഷൻസ് കിട്ടി, കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഐഗൺ ഫങ്ഷൻസ് കിട്ടി ഒരു ഓപ്പറേറ്ററിൻ്റെ. ഹെർമിഷ്യൻ ഓപ്പറേറ്റർ ആണെങ്കിൽ ഈ ഫങ്ഷൻസ് ഒക്കെ മ്യൂച്വലി ഓർത്തോഗോണലായിരിക്കും. എന്താണ് ഓർത്തോഗോണാലിറ്റി ഓഫ് ഫങ്ഷൻസ്? ദാറ്റ് ഓൾസോ വി ഹാവ് ടു ടേക്ക് ഇറ്റ് ഇൻ എ ബിറ്റ് ഡീറ്റെയിൽ. അതവിടെ നിന്നോട്ടെ. ഇപ്പോൾ ഓർത്തോഗോണൽ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മൾ വെക്റ്റേഴ്സ് കൺസിഡർ ചെയ്യുക. വെക്റ്റേഴ്സ് എക്സ് വൈ ഇസഡ് ആക്സിസിലെ വെക്റ്റേഴ്സ് ആണെന്ന് കരുതുക. അപ്പോൾ എക്സ് ആക്സിസിൽ ഒരു വെക്റ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ വൈ കമ്പോണൻറ്റും ഇസഡ് കമ്പോണൻറ്റും 0 ആയിരിക്കും. നേരെ തിരിച്ചു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ നമ്മുടെ ഫങ്ഷൻസ്, ഐഗൺ ഫങ്ഷൻസിൻ്റെ സെറ്റ് മ്യൂച്വലി ഓർത്തോഗോണലായിരിക്കും. റൈറ്റ്. അപ്പോൾ അതിൻ്റെ മ്യൂച്വലി എക്സ്ക്ലൂഡ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. റൈറ്റ്. ഇത് ഏത് ഓപ്പറേറ്ററെ ഇങ്ങനെ പാലിക്കുകയുള്ളൂ? ഹെർമിഷ്യൻ ഓപ്പറേറ്ററെ ഇങ്ങനെ പാലിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഉപയോഗിക്കുന്നത്.
അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. എന്താണ് ഹെർമിഷ്യൻ ഓപ്പറേറ്റർ എന്നുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട്, ഹെർമിഷ്യൻ ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത്, എങ്ങനെ ഒരു ഓപ്പറേറ്റർ ഹെർമിഷ്യൻ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാം എന്നുള്ളതും നമ്മൾ ചെറുതായി ഒന്ന് അറിഞ്ഞിരിക്കണം. അതിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഓക്കെ, ഇനി മൊമെൻറ്റം ഓപ്പറേറ്റർ ഒന്ന് നോക്കാം. ഏഗൻ ഫംഗ്ഷൻ ഓഫ് എ മൊമെൻറ്റം ഓപ്പറേറ്റർ. മൊമെൻറ്റം ഓപ്പറേറ്ററിൻ്റെ ഏഗൻ ഫംഗ്ഷൻ നമുക്ക് e⁻i × kx - ωt എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതൊരു വേവിൻ്റെ ഇക്വേഷനാണ്, വേവ്സിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ്. ഇത് യഥാർത്ഥത്തിൽ റെപ്രസെൻറ്റ് വേവ് ട്രാവലിംഗ് ഇൻ എക്സ് ഡയറക്ഷൻ. ട്രാവൽ ചെയ്യുന്ന വേവാണ്. നമുക്കൊരു വ്യത്യാസമുണ്ട്. ഇലക്ട്രോൺ വേവ് നമ്മൾ ട്രാവൽ ചെയ്യുന്നില്ല, ആറ്റത്തിൽ കൺഫൈൻഡ് ആണ്. കൺഫൈൻഡ് വേവും ട്രാവലിംഗ് വേവും എക്സ്പ്രസ് ചെയ്യുന്ന എക്സ്പ്രഷൻസിന് വ്യത്യാസം ഉണ്ടാവും. റൈറ്റ്, ഇതൊരു ട്രാവലിംഗ് വേവിൻ്റെ ഫംഗ്ഷനാണ്. ഇത് നമ്മൾ മൊമെൻറ്റം ഓപ്പറേറ്റർ ഇതിൽ ആക്ട് ചെയ്യാൻ അനുവദിച്ചാൽ അതിനെ എന്ത് ചെയ്യാം? മൊമെൻറ്റം ഓപ്പറേറ്റർ നമുക്ക് അറിയാം, IH ക്രോസ് ഡോ എക്സ് ഓഫ് ഫംഗ്ഷൻ ഓഫ് എക്സ്. ഫംഗ്ഷൻ ഓഫ് എക്സ് ഈസ് അവർ വേവ് ഫംഗ്ഷൻ. ഇവിടെ ഈ വേവ് ഫംഗ്ഷൻ അവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് മൊമെൻറ്റം ഓപ്പറേറ്റർ അതിൽ ആക്ട് ചെയ്യുന്നു. ആക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഫംഗ്ഷൻ ആവർത്തിക്കും, പിന്നീട് എന്തൊരു H ക്രോസ് K എന്ന് കിട്ടും. H ക്രോസ് K എന്താണ് യഥാർത്ഥത്തിൽ? H ക്രോസ് K എന്ന് പറയുന്നത് വി ക്യാൻ ഷോ ദാറ്റ് ദിസ് H ക്രോസ് K ഡി ബ്രോഗ്ലി റിലേഷനിലെ പാർട്ടിക്കിൾ മൊമെൻറ്റത്തിന് പകരം വരുന്ന സംഗതിയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? പാർട്ടിക്കിളിൻ്റെ ഡെഫിനറ്റ് മൊമെൻറ്റം കിട്ടുന്നു. എങ്ങനെയുള്ളതാണ്? എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന വേവിൻ്റെയാണ് ഡെഫിനറ്റ് മൊമെൻറ്റം കിട്ടുന്നത്. റൈറ്റ്, അപ്പോൾ അതിന് എന്തുണ്ടാവില്ല? ഡെഫിനറ്റ് പൊസിഷൻ ഉണ്ടാവില്ല എന്നാണ് അർത്ഥം. അതിന് വേണമെങ്കിൽ ഒരു മൊമെൻറ്റം ഓപ്പറേറ്റർ ആക്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനറ്റ് മൊമെൻറ്റം ഉള്ള ഒരു പാർട്ടിക്കിള് ഒരു വേവ് ആയിട്ട് പ്രൊസീഡ് ചെയ്യുന്നു എന്ന് പറയാം. അതിൻ്റെ മൊമെൻറ്റം വളരെ കൃത്യമാണ്, പക്ഷെ എന്തല്ല, അതിൻ്റെ പൊസിഷൻ കൃത്യമാവില്ല എന്നാണ് അവിടെ അർത്ഥം. പൊസിഷനെ കുറിച്ച് ഇനി ഒരു